70 ആഴ്ചവട്ടം. ഈ വാക്ക് നാം കാണുന്നത് ദാനിയേൽ പ്രവചനത്തിലാണ്. 70ാമത് ആഴ്ചവട്ടത്തോട് ബന്ധപ്പെടുത്തി 6 സംഭവങ്ങൾ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കാണുന്നു. വാക്യം ഇങ്ങനെ പറയുന്നു: അതിക്രമം അമർച്ച ചെയ്ത് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ഏഴുകൾ നിയമിച്ചിരിക്കുന്നു. 1. അതിക്രമത്തെ തടസ്സം ചെയ്യുന്നു. യഹൂദൻ ഒരു വലിയ അക്രമകാരിയായിട്ടാണ് ലോകത്തിൽ അറിയപ്പെടുന്നത്. എന്നാൽ 10-ാം ആഴ്ചവട്ടത്തിൽ യഹൂദന്റെ ജാതീയമായ അതിക്രമത്തിന് അഥവാ ലംഘനത്തിന് അവസാനം ഉണ്ടാകും. അവർ ഒരു ജാതിയായി അനുദപിച്ച് മനം തിരിയുകയും കുത്തിയവങ്കലേക്ക് അഥവാ യേശുക്രിസ്തുവിങ്കലേക്ക് നോക്കുകയും ചെയ്യും. യെശയ്യാ പ്രവാചകൻ 59 അധ്യായം 29-ാമത്തെ വാക്യത്തിലും സെഖര്യാവ് 12:10 റോമാലേഖനം 11:26 മുതൽ 27 വരെയുള്ള വാക്യത്തിലും ഇത് നമുക്ക് കാണുവാൻ കഴിയും. അവർ മാനസാന്തരപ്പെടുമെന്ന് സാരം. 2. പാപങ്ങളെ മുദ്രയിടുന്നു. പാപത്തിന്റെ കാരണക്കാരനായ സാത്താനെ അഗാധകൂപത്തിൽ തള്ളിയിട്ട് മുദ്രയിടുന്ന സംഭവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 1000 ആണ്ടേക്ക് സാത്താനെ അഗാധത്തിൽ അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്യും. 70-ാം ആഴ്ചവട്ടത്തിന്റെ അവസാനമാണ് ഇത് സംഭവിക്കുന്നത്. 3. അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. യഹൂദൻ അഥവാ ഇസ്രായേൽ ഒരു ജാതിയായി വിലപിക്കുകയും കുത്തിയവങ്കിലേക്ക് നോക്കുകയും ചെയ്യും. അപ്പോൾ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അവർ ശുദ്ധീകരിക്കപ്പെടും. ഇങ്ങനെ അവർ ക്രിസ്തുവിനെ നിഷേധിച്ച തങ്ങളുടെ അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുന്നതാണ്. 4. നിത്യനീതി സ്ഥാപിക്കുന്നു. 70-ാം ആഴ്ചവട്ടത്തിന്റെ അന്ത്യത്തിൽ മശിഹ തന്റെ നീതിയുള്ള രാജ്യം സ്ഥാപിക്കും. ഒരു രാജാവ് നീതിയോടെ വാഴും. പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. 5. ദർശനവും പ്രവചനവും മുദ്രയിടുന്നു. ദാനിയേൽ 9:24 70-ാം ആഴ്ചവട്ടത്തിനു ശേഷം ദർശനവും പ്രവചനവും ആവശ്യമില്ല. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അതിനാൽ അവ മുദ്രയിടപ്പെടുന്നു. 6. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. മശിഹ രാജപുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുന്നതും സഹസ്രാബ്ദ കാലത്ത് പണിയപ്പെടുന്ന വിശുദ്ധ മന്ദിരം അഭിഷേകം ചെയ്യപ്പെടുന്നതുമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എഹെസ്കേൽ പ്രവചനം 41-ാം അധ്യായം മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ ഈ ആലയത്തെ സംബന്ധിച്ചുള്ള വിവരം കാണപ്പെടുന്നു. പ്രിയമുള്ളവരെ, മഹോപദ്രവ കാലം എന്നറിയപ്പെടുന്ന 70-ാം ആഴ്ചവട്ടം ആസന്നമായിരിക്കുന്നു. അധർമ്മമൂർത്തിയായ അന്തിക്രിസ്തു വെളിപ്പെടുവാൻ അധികം താമസമില്ല എന്ന് ലോകത്തിന്റെ ധാർമ്മിക നിലവാരം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ മധ്യത്തിൽ നാം ഓരോരുത്തരും വിശുദ്ധിയെ തികച്ച് നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം.